അയർലൻഡിൽ നിന്നുമാണ് ഈ രണ്ട് ചെറുപ്പക്കാർ വന്നിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പേരെന്താണ്? ജർമ്മി. ബിറ്റോ. ജെറമിയും ബിറ്റോയും അയർലൻഡിൽ നിന്ന് വന്നിരിക്കുന്നു. ഒരാള് ഫൈനാൻസിൽ ജോലി ചെയ്യുന്നു, മറ്റൊരാള് അക്കൗണ്ടിംഗ് സെക്ഷനിൽ ജോലി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും ത്യാഗം സഹിച്ച് ഈ നാമകരണ നടപടിയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ വന്നത്? ഈ ഒരു കാർലോസ് അക്യൂറ്റസ് ആണെങ്കിൽ തന്നെ 15 വയസ്സേ ഉള്ളൂ. അങ്ങനെയൊക്കെ ജോർജ് ഫ്രസാറ്റി ഓൺലി 24 ഇയേഴ്സ് ഉള്ളൂ. അപ്പോൾ അതൊരു നമ്മുടെ ഒരു സെയിം പ്രായമാണ്. അപ്പോൾ വേറെ ഒരു ഇൻസ്പിറേഷനായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ അതാണ് ഞങ്ങൾ ഈ ഒരു രണ്ടുപേരെ ഒരുമിച്ച് കാനനൈസേഷൻ നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയാണ് നമ്മൾ ഡെഫിനറ്റ്ലി ടിക്കറ്റ് മേടിച്ചും കൂടെ വന്നത്. നമ്മൾ അപ്പം വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റസിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നോ? ഭക്തിയുണ്ടോ? ഓഫ് കോഴ്സ് കാർലോസ് അക്യൂറ്റസ് ഞാനാണ് ഈ CC പോയി ടൂമെല്ലാം കണ്ടായിരുന്നു, പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം. സോ അതാണ് പിന്നെ ഒരു ഇൻസ്പിറേഷൻ ആയി പോയി കാനനൈസേഷൻ കാണാൻ വരാൻ ഈ വർഷം. എന്തെങ്കിലും പ്രത്യേകമായ ഓർമ്മകളോ അനുഭവങ്ങളോ കാർലോ അക്യൂറ്റസിനോട് ബന്ധപ്പെട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? കൂടുതലായിട്ട് കൂടുതൽ പ്രാർത്ഥനയുള്ളത് ആരുടെ? അത് വളരെയധികം പ്രൊവിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുകയാണ്. ജെറമി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കാർലോ അക്യൂറ്റസിനോട്, എന്നാൽ ഇതാ പേര് വിട്ടുപോയി, ബിറ്റോ പ്രാർത്ഥിക്കുന്നത് പിയറെ ജോർജ് ഫ്രസാത്തി എന്ന വാഴ്ത്തപ്പെട്ട വ്യക്തിയോടാണ്. ചോദിക്കാം, എന്താണ് ഈ പ്രത്യേകമായ വാഴ്ത്തപ്പെട്ട വ്യക്തിയോട് പ്രാർത്ഥിക്കുവാൻ കാരണം? പണ്ട് തൊട്ട് എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയായിരുന്നു. അപ്പം ഇപ്പോഴും മനസ്സിൽ ചേർന്നൊരു വിശുദ്ധനായിട്ട്. അങ്ങനെ ഇൻസ്പിറേഷൻ കിട്ടാൻ കാരണം എന്താണ്? അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നത് എന്താണ് പ്രത്യേകത? അവന്റെ യുവത്വവും ഒരു എനർജിയും എല്ലാം ഒരു ആസ് എ യങ് കാത്തലിക് ഒരു ഹ്യൂജ് ഇൻസ്പിറേഷൻ ഫോർ മീ. ഇവര് ഹൈക്കേഴ്സ് ആണ്. നമുക്കറിയാം, വാഴ്ത്തപ്പെട്ട പിയറെ ജോർജ് ഫ്രസാത്തി ഒരു മൗണ്ടൻ ഹൈക്കർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മോട്ടോ തന്നെ ടു ദ ഹൈറ്റ്സ് ഓഫ് ഹോളിനെസ്, ഒരിക്കലും താഴേക്ക് വരാതെ വിശുദ്ധിയുടെ ഉന്നതങ്ങളിലേക്ക് മാത്രം ഉയരണമെന്ന് ആഗ്രഹിച്ച വിശുദ്ധനാണ്. അപ്പോൾ ഇവർ മൗണ്ടൻ ഹൈക്കേഴ്സാണ്, ഇവരും പോവാറുണ്ട്. അപ്പോൾ വിശുദ്ധനാവാൻ പോകുന്ന പിയറെ ജോർജ് ഫ്രസാത്തി മൗണ്ടൻ ഹൈക്കിങ്ങിന് പോകാറുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു ഹരമായിരുന്നു. അപ്പോൾ അത് ഇവർക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരുടെ പ്രതിനിധികളായി അയർലൻഡിൽ നിന്നും പ്രത്യേകമായി രണ്ട് ചെറുപ്പക്കാരാണ് വന്നിരിക്കുന്നത്. അവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഈ രണ്ട് വിശുദ്ധരും ലോകം മുഴുവനുള്ള ചെറുപ്പക്കാരെ സ്പർശിക്കട്ടെ, അവർക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് ടെലിവിഷൻ ചാനലിന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ കാച്ചപ്പള്ളി.